നമസ്കാരം. അസ്സലാമലൈക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം പറയുന്നു. നമ്മളിവിടെ പാണ്ടിക്കാട് തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് വസന്ത എന്ന് പറയുന്ന അവരുടെ ഒരു ചികിത്സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ ദയനീയാവസ്ഥയിൽ വളരെ കഷ്ടമാണ്. അവരുടെ മകളുടെ അടുത്താണ് അവർ നിൽക്കുന്നത്. ഒരുപാട് കാലമായി ചികിത്സയിലായിരിക്കുന്ന അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മളെ മുന്നിലേക്ക് കൈനീട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്റെ സഹോദരങ്ങളായ എല്ലാവരും അവരുടെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരു 5 രൂപയായാലും 10 രൂപയായാലും ചെറിയ ചെറിയ നാണയത്തുകൾ കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്. അവരുടെ ഭർത്താവും തീരെ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് വസന്ത എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവിന് തീരെ സുഖമില്ല. ഇപ്പൊ അവർക്ക് വളരെ പ്രയാസത്തിലാണ്. അവരുടെ ദയനീയാവസ്ഥയാണ്. അപ്പോ നമുക്ക് ഇവരോട് തന്നെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ഇവര് തന്നെ എല്ലാ കാര്യങ്ങളും പറയും. സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഭർത്താവിന് തീരെ സുഖമില്ലാഞ്ഞിട്ട് മകളെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കിടപ്പിലൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ നിവൃത്തികൾ കൊണ്ട് വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. ഇപ്പൊ 2-3 നാൾ പിടിച്ചാലേ ഉള്ളൂ ഇവരെ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇരുത്തിയിട്ട് മകളുടെ വീട്ടിലാണ് ഇപ്പൊ. അപ്പൊ അവരെ ഇരുത്തിയിട്ടാണ് നമ്മളിത് ചോദിച്ചറിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് കനിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ, ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വർഷങ്ങളുടെ പ്രായം ഒരുപാട് വർഷങ്ങൾ ചികിത്സയിലൂടെ ആയതുകൊണ്ട് ഇവർക്ക് ദയനീയാവസ്ഥയാണ്. പൈസ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാലങ്ങളായി ചികിത്സിക്കുന്നു. അപ്പോ നിങ്ങളെ മുന്നിലേക്ക് കഴിഞ്ഞിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവരുടെ സങ്കടങ്ങൾ കേൾക്കണം. അവർക്ക് വേണ്ട എന്താണെങ്കിൽ ചെയ്തു കൊടുക്കണം. പ്ലീസ് ഇവരോട് തന്നെ ചോദിക്കണം. പറഞ്ഞോളൂ. എന്റെ പേര് വസന്ത. ഞാൻ 10-15 വർഷത്തോളമായി ചികിത്സയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലായിരുന്നത്. അന്ന് കുറേ അധികം മരുന്നുകളെ കുറിച്ച് ശരീരം നീര് വന്ന് വണ്ണം വെക്കാന്നല്ലാതെ ചികിത്സയ്ക്കൊന്നും ഒരു ഫലം ഉണ്ടായില്ല. അവസാന ഘട്ടത്തിൽ എനിക്ക് ബ്ലഡ് തുപ്പാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പിന്നെ എനിക്ക് മൂത്രസഞ്ചി അവിടെ പഴുത്ത് ചുണ്ടാകെ പ്രശ്നമായിട്ട് അവിടെ മെഷീൻ വെച്ചിരിക്കുകയാണ്. വയറിനും വല്ലാത്തൊരു അസ്വസ്ഥയും ബുദ്ധിമുട്ടും വന്നിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടാണ് ഇപ്പം ബ്ലഡൊക്കെ തുപ്പാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവസാന നിമിഷം ഡോക്ടർ പറഞ്ഞു ഇവിടെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മെഡിക്കൽ കോളേജിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബേബി മെമ്മോറിയലിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ എന്നെ കാണിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്തെങ്കിലും രീതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും സഹായം കിട്ടിയെങ്കിലും വിചാരിക്കും. അവിടുന്ന് വലിയൊരു സ്കാനിങ് PET-CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രോഗം എന്താണെന്ന് മനസ്സിലായത്. എനിക്കെന്റെ ശ്വാസകോശത്തിന് വലിയൊരു മുഴ ഉണ്ട്. പിന്നെ വയറിൻ്റെതായ എല്ലാ ഭാഗത്തും മുഴകൾ വന്നിട്ടുണ്ട്. ശരീരം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ചികിത്സിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടില്ല. ഞാൻ മോളടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അതേപോലെ തന്നെ അച്ഛന്റെ കാര്യം, എന്റെ ഭർത്താവിന്റെ കാര്യം. ഭർത്താവ് 2 കണ്ണും കാഴ്ചയില്ലാത്ത ഒരാളാണ്. ഒരു കണ്ണിലനുസരിച്ചിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. പിന്നെ കാലിന്റെ ശരീരം മുഴുവനും ഇടയ്ക്കിടയ്ക്ക് വരെ മുറിവുകൾ വന്നിരുന്നു. അവസാനം ബാക്ടീരിയ അണുക്കളും ഗിരിയും കൂടിയത് വന്നു കഴിഞ്ഞപ്പോ കാല് മുട്ടിട്ട് മുറിക്കണം എന്നുള്ളൊരു അവസ്ഥയിലായി. പഴുത്ത് ഒഴുകിയിട്ട് പിന്നെ ഡോക്ടർ നമ്മളെ ഒട്ടുപാറ ശാസ്ത്ര ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ട് നമ്മൾക്ക് കാല് മുറിക്കാതെ പകുതി നീളം മുറിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മളെ മസില് മുതല് കുത്തി വരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആള് കിടപ്പിലാണ്. മൂത്രത്തിന് ട്യൂബ് ഇട്ട് വയറ്റിന്നൊക്കെ പോകുന്നത് നമ്മള് ഒരാൾ ചെയ്ത് കൊടുക്കണം. പാമ്പേഴ്സ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഒന്നിനും കഴിയില്ല. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്ത് വെക്കണം. ഒന്നും ഞങ്ങൾ 2 ആളെ ചികിത്സിച്ചൊരു വഴിയില്ലാതെ നിങ്ങള് നല്ലവരായ നാട്ടുകാർ, നിങ്ങൾക്ക് പറ്റുന്ന സഹായം എത്ര ചെറുതാണെങ്കിലും അത് പ്രതീക്ഷിക്കണം. ഞങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്
ഇവരിൽ നിന്നാണ് ഇപ്പൊ കേട്ടില്ലേ ഓരോരോ അവസ്ഥകള്. കാരണം നമ്മൾ ശ്വാസകോശത്തിലുള്ള ആ മുഴകൾ നീക്കം ചെയ്താലേ ഉള്ളൂ പിന്നെ വയറിന്റെ മുഴകൾ നീക്കാൻ പറ്റുള്ളൂ. വയറിൽ നിറഞ്ഞിട്ടാണ് ശ്വാസകോശത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കുക. എല്ലാവരും ഒന്ന് കരഞ്ഞ് ശ്രദ്ധിക്കണം എന്നാണ് എന്നും പറയുന്നത്. പാവം ഒരുപാട് കരഞ്ഞു. ഞങ്ങൾ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എഴുന്നേൽക്കാനും വയ്യാതെ ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ ഇവരുടെ മകളാണ് നോക്കുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ മകളാണ് അച്ഛനെ നോക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നു ഇവര്. ചികിത്സിച്ച് എന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് കുറച്ചെങ്കിലും പൈസ അവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു സഹായമായിരിക്കും. ഇവര് അത്രയും കഷ്ടത്തിലാണ്. കണ്ടില്ലേ അവസ്ഥകൾ മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ കൈ നീട്ടുന്നത്. എല്ലാവരും ഒന്ന് കണഞ്ഞു പരിശ്രമിച്ചാൽ നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കാൻ പറ്റും. എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾ എല്ലാവരും കാണണം. എന്റെ സഹോദരങ്ങളോട് പിന്നെ ഞാൻ കേണ് പറയുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്.